വെളിപ്പാട് പുസ്തകം 22:19. ഈ പ്രവചന പുസ്തകത്തിലെ വചനത്തിൽ നിന്ന് ആരെങ്കിലും വല്ലതും നീക്കിക്കളഞ്ഞാൽ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ജീവവൃക്ഷത്തിലും വിശുദ്ധ നഗരത്തിലും അവനുള്ള അംശം ദൈവം നീക്കിക്കളയും. കഴിഞ്ഞ 6 മാസങ്ങൾ ഈ വർഷത്തിൻ്റെ ആരംഭദിനം തുടങ്ങി ജീവൻ എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് നാം ദൈവവചന ചിന്തകൾ നടത്തിയത്. ഇന്ന് ഈ വിഷയം ഉപസംഹരിക്കുകയാണ്. ബൈബിളിൽ ജീവൻ, നിത്യജീവൻ, സമൃദ്ധിയായ ജീവൻ തുടങ്ങിയുള്ള വിഷയങ്ങൾ പ്രധാനമായി നാം കണ്ടു. യേശു ലോകത്തിലേക്ക് വന്നത് സമൃദ്ധിയായ ജീവൻ നൽകാനാണ്. നാം എല്ലാവരും അത് പ്രാപിച്ച് ജീവൻ്റെ സമൃദ്ധിയിൽ വാഴണമെന്നാണ് യേശു ആഗ്രഹിക്കുന്നത്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവർക്കും സൗജന്യമായി നിത്യജീവനിൽ വാഴാൻ ദൈവം അവകാശം നൽകി. ഇതിൻ്റെ മറുവശം കൂടെ നാം മനസ്സിലാക്കിയേ തീരൂ. കാരണം അത് അത്രമേൽ പ്രാധാന്യമുള്ളതാണ്. യേശുവിലൂടെ അല്ലാതെ ജീവനിൽ പ്രവേശിക്കാൻ കഴിയുകയില്ല. ക്രിസ്തുവിനെ തള്ളിക്കളയുന്നവർക്ക് നിത്യശിക്ഷാവിധിയാണ് നേരിടേണ്ടി വരുന്നത്. ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി അവിടുന്ന് അയച്ച തൻ്റെ പുത്രനിൽ വിശ്വസിക്കുന്നതാണ് എന്ന് യേശു അരുളി ചെയ്തു. രക്ഷയ്ക്കായി ദൈവം ഒരുക്കിയ ഒരേ ഒരു മാർഗമാണ് യേശു ക്രിസ്തു. ക്രൂശിലെ യാഗത്താൽ അവിടുന്ന് നമ്മുടെ സകല പാപത്തിനും പരിഹാരം വരുത്തി. ആകയാൽ ഇനി പാപപരിഹാരത്തിന് ഒരു യാഗവും ശേഷിക്കുന്നില്ല എന്ന് എബ്രായ ലേഖനകർത്താവ് എഴുതിയിരിക്കുന്നു. മാത്രമല്ല, ക്രിസ്തുവിൻ്റെ പാപപരിഹാര യാഗം സമ്പൂർണ്ണമാകയാൽ മറ്റൊരു യാഗത്തിൻ്റെ ആവശ്യവുമില്ല. ദൈവവചനത്തിലൂടെയാണ് നാം ദൈവത്തിൻ്റെ ഇഷ്ടം അറിയുന്നത്. വചനത്തോട് കൂട്ടാനോ കുറയ്ക്കാനോ ആർക്കും അധികാരമില്ല. ദൈവത്തിൻ്റെ വചനം പൂർണ്ണതയുള്ളതാണ്. അതിൽ നിന്ന് ആരെങ്കിലും നീക്കിക്കളഞ്ഞാൽ അവർ നേരിടാൻ പോകുന്ന ആപത്താണ് ഈ വാക്യത്തിൽ കാണുന്നത്. ജീവവൃക്ഷത്തിൽ അവർക്കുള്ള അവകാശം ദൈവം നീക്കിക്കളയും. ആകയാൽ ദൈവവചനത്തോട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാതെ അതിനെ പൂർണ്ണമായും അനുസരിക്കാം. അങ്ങനെയെങ്കിൽ നാം സമൃദ്ധിയായ ജീവൻ പ്രാപിച്ച് സ്വർഗത്തിലെ സകല അനുഗ്രഹങ്ങളും അനുഭവിച്ച് നിത്യമായി വാഴും. ദൈവം നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.